വെൽക്കം ടു ലെജൻസ്. നമുക്ക് ഓർണമെന്റ്സിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന കുറച്ച് ഹെവി ആയിട്ട് ആന്റി കളക്ഷനിൽ വരുന്ന ഐറ്റം ആട്ടോ. അത് ശരിക്കും ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പേളിന്റെ വർക്കാണ്. ഇത് ആന്റി കളക്ഷനിൽ ഗോൾഡിൽ വരുന്ന അതേ ഐറ്റം തന്നെയാണ് കേട്ടോ. ഇത് ഗോൾഡിൽ ഈ ഒരു ആന്റിക് ഷെയ്ഡ്, ചെറ്റ്നാട്ട് ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കളക്ഷൻസ് വരുന്നുണ്ട്. സെയിം പാറ്റേണിൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ കൊടുത്തിരിക്കുന്ന മോഡലാണ്. ഒത്തിരി പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം അതിൻ്റെ ഒരു ഹെവി ഡിസൈനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇത് ഇടുമ്പോൾ അത് മനസ്സിലാവും. ഇത് നോർമൽ ആയിട്ടല്ല കേട്ടോ, ഇത് ശരിക്കും ഒരു ഫംഗ്ഷൻ ബേസ്ഡ്, നിങ്ങൾക്കൊരു എൻഗേജ്മെന്റ് ആയിട്ടോ, എൻഗേജ്മെന്റ് കൂടെ ഉള്ളവർക്ക് ഉപയോഗിക്കാം. ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു ബ്രൈഡിനാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. അപ്പോൾ ഒരു എൻഗേജ്മെന്റ് ആയിട്ട് നമുക്ക് ഒരു ഹെവി ലെഹങ്ക അല്ലെങ്കിൽ സാരിയുടെ കൂടെ ഇത് കല്യാണത്തിന് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ആ ഒരു ക്രീം ഷെയ്ഡിലുള്ള സാരിയുടെ കൂടെ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ആ ഒരു ഗോൾഡൻ ഫിനിഷും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഫുൾ സ്റ്റോൺസ്, ഈ യൂസ് ചെയ്തേക്കുന്ന സ്റ്റോൺസ് എല്ലാം AD സ്റ്റോൺസ് ആട്ടോ. ഇതൊരു കമ്മൽ വരുന്നത് ഒരു രാംലീല സ്റ്റൈൽ എന്ന് പറയാം. അതിൻ്റെ അകത്ത് ഫുൾ നല്ല ഹെവി പേൾ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് ഇട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും മനസ്സിലാവുള്ളൂ. ഗോൾഡ് പോലെ തന്നെയാണ് കേട്ടോ, അതിന് വേറെ വ്യത്യാസമൊന്നുമില്ല. സെയിം ഗോൾഡിലും ഇതേ രീതിയിൽ ത്രെഡ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആന്റിക് സ്റ്റൈലിൽ വരുന്ന ചെറ്റ്നാട് ആന്റിക് സ്റ്റൈലിൽ വരുന്നതിലെല്ലാം ഇങ്ങനത്തെ തന്നെയാണ് നമുക്ക് ബാക്ക് സൈഡിലെ ഡിസൈനും വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. നമുക്ക് ആ ഒരു നെക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കുറച്ചുകൂടെ കഴുത്തിന് വണ്ണമുള്ളവരാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും. ഇത് ചേർന്ന് നിൽക്കുന്ന ഒരു ചോക്കർ പാറ്റേണിലാണ് നമ്മൾ ഇടേണ്ടത്, അപ്പോഴേ കുറച്ച് ഭംഗി കിട്ടുള്ളൂ. ബാക്കി ആ ഒരു സ്റ്റൈലും പാറ്റേണും ഒക്കെ നിങ്ങൾക്ക് കാണും മനസ്സിലാവും. ഭയങ്കര റേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞില്ലേ, കാരണം അത്രയും ഹെവി ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഗോൾഡിലൊക്കെ ഇതിൻ്റെ പണിക്കൂലി തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത്ര തുകയാവും. അപ്പം അത്രയും ഫിനിഷിംഗ് ഉള്ള ഐറ്റംസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതിന് അത്യാവശ്യം അങ്ങനെ ഭയങ്കര റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, കല്യാണം അങ്ങനത്തെ ബേസ്ഡ് ആയിട്ടുള്ള ഇതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 2000 സംതിങ് ആണ് എല്ലാത്തിനും ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2600 ഞാൻ ഇതിൻ്റെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ആ നമ്പർ ചേർത്തിട്ടുള്ള സ്ക്രീൻഷോട്ട് വേണം എടുത്തു തരാം കേട്ടോ. ഇതാണ് ഏകദേശം ലുക്ക്. ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഒരു ഫോട്ടോയും കൂടി ഇട്ടേക്കാം, ഇത് നെക്കിലിട്ടാൽ എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത ഡിസൈൻ ആണ്. നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതാട്ടോ, ആൻറ്റിക്കിൽ തന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള പാറ്റേൺ എന്ന് പറയാം. ഇത് ശരിക്കും ആ ഒരു എൻഗേജ്മെന്റിനൊക്കെ ആട്ടോ കൂടുതലും ആൾക്കാർ ഇത് ചൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു പാർട്ടിയൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ നൈറ്റൊക്കെ ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ വരത്തില്ലേ, അങ്ങനെയാണല്ലോ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഗോൾഡിൽ ആയിട്ട് നമ്മൾ വെച്ച് നോക്കിയാൽ പോലും അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകത്തില്ല. അത്രയും നല്ല ഹെവി ഡിസൈൻ എന്ന് പറയാം കേട്ടോ. നല്ല തിക്കാണ്, മെറ്റീരിയലും നല്ല തിക്കാണ്. പിന്നെ ഫിനിഷിങ് ഓരോ പാർട്ടിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, വർക്കിന്റെ ഫിനിഷിങ് നിങ്ങൾക്ക് അടുപ്പിച്ച് നോക്കിയത് മനസ്സിലാവും. പിന്നെ നമുക്ക് വേറെ സജഷൻ ഞാൻ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പട്ടുസാരിയുടെ കൂടെ, നമ്മൾ കാഞ്ചീപുരം സ്റ്റൈൽ പട്ടുസാരിയുടെ കൂടെ നല്ല മാച്ചിങ് ആട്ടോ ഈ ഒരു പാറ്റേൺ. ഇതൊരു ഓൾമോസ്റ്റ് ഒരു ടെമ്പിൾ ഡിസൈനുമായിട്ട് മാച്ച് ആയിട്ടുള്ള ഡിസൈൻ, പക്ഷേ ടെമ്പിൾ ഡിസൈൻ അല്ല, അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് ഇത് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് അടുപ്പിച്ച് നിങ്ങൾ നോക്കിയാൽ മതി, അത്രയും ആ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ വരെ അത്രയും ക്ലാരിറ്റിയോടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ആ ഒരു ഉറപ്പിച്ച് പറയുന്നത്. ഇതിൻ്റെ റേറ്റും അതുകൊണ്ടാട്ടോ, നമുക്ക് അത്രയും ഫിനിഷിങ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു റേഞ്ച്. ഇത് കൂടുതൽ റേഞ്ച് വരുന്നതുകൊണ്ട് അത്രയും ആ ഒരു സ്റ്റോണിൻ്റെ ഒക്കെ വ്യത്യാസം അനുസരിച്ച് വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നോർമലി കിട്ടുന്ന ഒരു ടൈപ്പ് ഐറ്റമേ അല്ല, ആ ഒരു ഹെവി പാറ്റേണിൽ വരുന്ന ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡ് കണ്ടില്ലേ, ഇതുപോലെ വരും. ഇത് ഞാൻ ഒന്ന് അടുപ്പിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കാവേ, കാരണം ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് ഓർത്താം കേട്ടോ. അപ്പം നമ്മുടെ സാധാരണ ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്തേക്കരുത്. നമ്മുടെ കാഞ്ചീപുരം സാരിയുടെ കൂടെ നല്ലതായിരിക്കും കേട്ടോ, കാരണം ഇങ്ങനത്തെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ പ്ലെയിൻ സാരിയോ അല്ലെങ്കിൽ ചെറിയ ബൂട്ട വീവിങ് വരുന്ന സൈസ് പാറ്റേണിൻ്റെ കൂടെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. നമ്മുടെ മുഖത്തിന് തന്നെ ഭയങ്കര ഐശ്വര്യമായിട്ട് ഇങ്ങനത്തെ മോഡൽ വെച്ച് അങ്ങോട്ട് ഇടുമ്പോഴത്തേനും എല്ലാ ഫംഗ്ഷനും ഉപയോഗിക്കാനും പറ്റും. ഇതൊക്കെ സ്വർണം തന്നെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആ ഒരു പണിക്കൂലി ഇതൊക്കെ നഷ്ടം എന്ന് ചിന്തിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ മോഡലൊക്കെ ഇറക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാട്ടോ കൂടുതലും എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത്, കാരണം അത്രയും റേറ്റ് ഒന്നും വരുന്നില്ലല്ലോ, മാറി മാറി ഉപയോഗിക്കാനും പറ്റും. സ്വർണ്ണമൊക്കെ നമ്മൾ ഇതൊരെണ്ണം മാറുമ്പോഴത്തേനും അതിന് തന്നെ ഒരു തുക അങ്ങോട്ട് മാറിക്കിട്ടും. അതിൻ്റെ ആ മാറുമ്പോൾ പോകുന്ന പൈസയുടെ ഒരു 5-1 പൈസ നമുക്ക് നേരിട്ട് ഇതിനാകുന്നുള്ളൂ. ഇത് ഒറിജിനലിനെ വെല്ലുന്ന ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാട്ടോ മാല വരുന്നത്. ഞാൻ നെക്കിലിട്ടിട്ട് ഫോട്ടോ ഇട്ടേക്കാം. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 2800 2800.
നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം ആട്ടോ. കാരണം ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇത് കണ്ടില്ലേ എന്നാ ഫിനിഷിംഗ് എന്നറിയോ? ഫുള്ളായിട്ട് ക്രിസ്റ്റൽസ്, കുഞ്ഞു കുഞ്ഞു ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് ഒരു 3 to 4 ലെയേഴ്സ് ഉണ്ട് കേട്ടോ. 4 ലെയേഴ്സിലുള്ള ഒരു സ്റ്റോൺ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും സാരിയുടെ കൂടെയൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. നമുക്ക് ആ ഒരു എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഞാനൊന്ന് ഇട്ട് നോക്കി. എനിക്കിങ്ങനെ ഈ ഐറ്റംസ് കണ്ട് നല്ല ഭംഗിയാന്ന് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുത്തിൽ വെച്ച് നോക്കി. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ആ മുഖത്തിന് തന്നെ നമുക്ക് ഒരു ഭംഗി കൂടുതൽ വരും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ക്രിസ്റ്റലാണ് കേട്ടോ. ഇതുപോലെ ആ ഒരു ശരിക്കും നിങ്ങൾ ഇത് തന്നെ കാണിച്ചിട്ട് സ്വർണ്ണക്കടയിൽ പോയി ചോദിച്ചാൽ അത് ശരിക്കും ഗോൾഡ് ആണെന്നല്ലാതെ അവർ പറയില്ല. അപ്പോൾ അത്രയും നല്ല ഒരു ഫിനിഷിംഗ് ഉള്ള ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് കാണിക്കാം. പിന്നെ നെക്കിലുള്ള ഫോട്ടോ ഞാൻ എല്ലാത്തിനും എടുത്തിട്ടേക്കാം. ഇത് കണ്ടില്ലേ, നെക്കിൽ വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് അതുപോലെയാണ്. നിങ്ങൾക്ക് പട്ടുസാരിയുടെ കൂടെ ഇതും അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ തന്നെ വേണമെന്നില്ല. ഇങ്ങനത്തെ ഐറ്റത്തിൻ്റെയൊക്കെ ഭംഗി ശരിക്കും കോൺട്രാസ്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു റെഡിൻ്റെ കോമ്പിനേഷൻ, റെഡിൻ്റെ ഏത് ഷെയ്ഡായാലും കുഴപ്പമില്ല, ഒരു മെറൂൺ മിക്സ് ആയിട്ടോ റെഡ്, ഓനിയൻ പിങ്ക്, അങ്ങനത്തെ ഏത് ഷെയ്ഡിൻ്റെയും കൂടെ ഇത് മാച്ച് ചെയ്തിട്ടാൽ മതി. ഗ്രീൻ എപ്പോഴും നല്ല എലഗൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ്. അത് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഒരു ഫിനിഷിങ് ക്രിസ്റ്റൽസ് ഇങ്ങനെ അത്ര ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്ന ഒരു ഡിസൈനാണ്. ഇതുപോലെ അതിൻ്റെ താഴത്തെ പോർഷൻ വരുന്നത്. നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി ഇത് ഇട്ടിട്ടുള്ളൊരു ഭംഗി. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഭംഗി ഫിനിഷിങ് വെച്ച് നോക്കിയാൽ അതിൻ്റെ റേറ്റ് ഒന്നും അല്ല കേട്ടോ. പിന്നെ ഇതിനും അതുപോലെ തന്നെ നമുക്ക് അവർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കമ്മൽ വരുന്ന ഇതാണേ, ഇതുപോലെ ജിമിക്കയുടെ മറ്റേ മൊത്തം കൂടെ വരുമ്പോഴത്തേനും സെറ്റായിട്ട് വരുമ്പോഴത്തേനും സെറ്റാണ്. മൊത്തത്തിൽ അടിപൊളി റേറ്റുവാ. അയ്യോ താഴെപ്പോയി. ഇതുപോലെ വരും. എന്നാ രസമെന്നറിയോ കാണാനായിട്ട്. എനിക്കിത് താഴെ വയ്ക്കാൻ തോന്നില്ല, അത്രയും ഭംഗി എൻ്റെ ക്രിസ്റ്റൽസ് കാണാനായിട്ട്. അപ്പോൾ ഇതിന് ഞാൻ റേറ്റ് പറയാവേ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3100 രൂപയാണ് കേട്ടോ. അത് ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇതിന് ഒത്താണ്. അത്രയും ആ ഒരു ഫിനിഷിംഗ് ഉള്ള ഐറ്റം ആയതുകൊണ്ടാണ് 3100 പറയുന്നതിന് കൊടുക്കുന്നതിനകത്ത് ഒരു നഷ്ടവും ഇല്ല കേട്ടോ. കാരണം ഗോൾഡ് മേടിക്കണമെങ്കിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള ആ ഒരു ഇത് മേടിക്കണമെങ്കിൽ എത്ര ലക്ഷമാവും നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല, അത്രയും നല്ല റേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനുകളുണ്ട്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കാണിക്കാവേ. ഇത് അടുപ്പിച്ച് കാണുമ്പോൾ ഉള്ള ലുക്ക് ഇതാ കേട്ടോ. ഈ വെട്ടം അടിക്കുന്നതുകൊണ്ട് ചെറിയൊരു ഇത് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഭംഗി അത് മനസ്സിലാകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നല്ല രസമുള്ള ക്രിസ്റ്റൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാട്ടോ, നല്ല ഗ്രീൻ ആട്ടോ, ബോട്ടിൽ ഗ്രീൻ്റെ തന്നെ നല്ല രസമുള്ള ഷെയ്ഡ്. ഇതാണ് ഡിസൈൻ. നമുക്ക് അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല, കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടു മനസ്സിലാക്കാം അതിൻ്റെ ഭംഗി എന്താണെന്നുള്ളത്. റൂബി മിക്സ് ആയിട്ടുള്ള കളറിലാണ് കൊടുത്തേക്കുന്നത്. സെയിം മുമ്പത്തെ വർക്ക് തന്നെയാണ്, വർക്കിൻ്റെ പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. പേളും പിന്നെ റൂബി കളറോടെ മിക്സ് ആയിട്ട് ക്രിസ്റ്റൽസ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതല്ലേ എന്നാ ഭംഗിയെന്ന് നോക്കി. അതാ ഒരു സെയിം പാറ്റേൺ തന്നെ കേട്ടോ, ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. മറ്റേ ഒരു ലോക്കറ്റ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, ഇത് അങ്ങനെയല്ല, അല്ലാതെ മൊത്തത്തിൽ ഒരു ചോക്കർ സ്റ്റൈലിൽ ഇടാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ. ഇതൊക്കെ ഇട്ട് കാണുമ്പോഴുള്ള എന്നാ രസമാണെന്നറിയോ. നമുക്ക് ഞാൻ പറഞ്ഞില്ല, സാരിയുടെ കൂടെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. സാരിക്ക് എൻഗേജ്മെൻറ്റിനും ഒക്കെ ഇത് മൂവ് ആവുന്ന ഒരു ഐറ്റമാണ്. നല്ല ഭംഗിയുള്ള ആ ഒരു ഡിസൈൻ ഫിനിഷിങ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ. ഇത് ശരിക്കും നോർമലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റത്തിൽ മാത്രമേ ഉള്ളൂ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നോർമലി വരുന്ന ഒരു എന്താ പറയുക, ഈ ഒരു എൻഗേജ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന സൈസ് സാധാരണ ഐറ്റത്തിൽ ഇത് കാണാൻ പറ്റില്ല. ഇമിറ്റേഷൻ നോർമലിൽ കാണാൻ പറ്റില്ല. ഫസ്റ്റ് ക്വാളിറ്റിയിൽ ഈ ഒരു റേഞ്ച് വരുന്നതിൻ്റെ അകത്തൊക്കെ അതിന് മേലോട്ടുള്ള റേഞ്ചിൽ ആണ് ഇങ്ങനത്തെ മോഡൽസ് വരാറുള്ളത്. അതിപ്പോൾ ഈ ഒരു കുങ്കുരു സ്റ്റൈൽ എന്ന് പറയും കേട്ടോ ഇതിനെ. കുങ്കുരു ടൈപ്പ് പാറ്റേണിൽ വരുന്നതാണ്. ഗോൾഡ് മാറി നിൽക്കും, അത്രയും ഭംഗിയാണ്. കാരണം ഗോൾഡ് പോയി തപ്പിയാൽ ഇത്രയും ഭംഗിയുള്ള ഐറ്റംസ് കിട്ടാൻ പാടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന സൈസ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കമ്മൽ കാണിക്കാം കേട്ടോ. കമ്മൽ നിങ്ങൾക്ക് ചുമ്മാ ഉണ്ടോ, അല്ലാതെ നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഫുൾ ഇതുപോലെ താഴത്തോട്ട് ഹാങ്ങിങ് പേൾസ് ആണ് കൊടുത്തേക്കുന്നത്. ഇതുണ്ടല്ലേ, ഹാങ് ചെയ്ത് കിടക്കും മൊത്തത്തിൽ. ഇതിൻ്റെ ഭംഗി ഇതുപോലെ വരും കേട്ടോ, കാണാൻ പറ്റണുണ്ടോ? നെക്കിലിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 3200 3200. നമുക്ക് നെക്കിൽ വെക്കുമ്പോഴുള്ള ഭംഗി ഇതാ കേട്ടോ, നല്ല രസമുള്ളൊരു ഐറ്റമാണ്. ഇതുപോലെ കമ്മൽ ഇതുപോലെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല ഹാങ്ങിങ് പാറ്റേൺ ആണ്. അതിൻ്റെ അകത്ത് അത്രയും കൂടെ അതിൻ്റെ ഭംഗി മനസ്സിലാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണുമ്പോഴേ ഉള്ളൂ ഇതിൻ്റെ ശരിക്കും ഭംഗി മനസ്സിലാവുള്ളൂ. ഇതുപോലെ വരും കേട്ടോ.